ചിക്കൻ രശ്മി മസാല പെരയിലൊന്നും ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. റെഡി നിന്നോളി, ഞങ്ങളുടെ ഒരു പോക്കനേക്കരം. രശ്മിക്ക് തുടക്കം കുറിക്കാൻ ഒരു 50 ഗ്രാം അണ്ടിപ്പരിപ്പ് പച്ചളത്തിൽ 10 മിനിറ്റ് പുതർത്തിടാൻ വെക്കുക. അതവിടെ കിടക്കട്ടെ. എന്തോട്ടാണ് ഓലി ഈ പേരിട്ടത് രശ്മി? രശ്മി എന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സിൽക്ക് എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ സംഗതി ഒരു സിൽക്കി ടെക്സ്ചറിലാണ് കാണാൻ കഴിയുക. ഗ്രേവി ഒക്കെ ഭയങ്കര സ്മൂത്ത് ആണ്. ഇന്ത്യയിലെ ട്രഡീഷണൽ മുഗളായി ഡിഷാണിത്. അപ്പൊ ഇതെന്താ സംഗതി എന്ന് മനസ്സിലായില്ലേ? ഇനി ഇത് ഉണ്ടാക്കുന്ന രംഗങ്ങൾ എങ്ങനെ നോക്കാം. കണ്ണീർ ഒൽപ്പിച്ചാണ്ട് അരിഞ്ഞെടുത്ത 3 വല്യുള്ളി എണ്ണയിലോട്ടിട്ട് വഴറ്റിയ ശേഷം പുതർത്തി വെച്ച അണ്ടിപ്പരിപ്പ് ഇട്ടാണ്ട് ലൈറ്റ് ബ്രൗൺ കളർ ആവണ വരെ വഴറ്റുക. എന്നിട്ട് ചൂടാറിയതിന് ശേഷം അത് മിക്സിക്ക് ഇടുക. ഒരു 3/4 ഗ്ലാസ് പച്ചവെള്ളം ഒഴിച്ചാണ്ട് അങ്ങോട്ട് പേസ്റ്റ് ആക്കി എടുക്കുക. പിന്നെ ഇതൊക്കെ 700 ഗ്രാം ചിക്കൻക്കുള്ള ഇൻഗ്രീഡിയൻസിന്റെ അളവട്ട ഞാൻ പറയുന്നത്. അപ്പൊ നോക്കി കണ്ടു നിന്നോളി. സാധനം പേസ്റ്റ് ആയി വന്ന് പൊട്ടിയെടുക്കാൻ പറ്റിയ അളവെന്ന് കുറച്ച് കുറഞ്ഞിട്ടണമെന്നുള്ളൂ. അതോടെ മാറ്റിച്ചാളി. ഇനി അടുത്ത പരിപാടി. ഇനി ഒരു വട്ടപാത്രം അങ്ങോട്ട് എടുക്കുക. അതിക്ക് ഫിൽട്ടർ ചെയ്ത ചിക്കന്, അതായത് ക്ലീനഡ് കോഴി, അതങ്ങോട്ട് ഇടുക. എല്ലുള്ളതും എല്ലില്ലാത്ത സൈസൊക്കെ ഞാൻ എടുത്തിക്കണ്. അതിക്ക് ഒരു ഗ്ലാസ് തൈരോ അല്ലെങ്കിൽ യോഗട്ടോ അതിൽ ഏതെങ്കിലും ഒന്നെടുത്ത് കൗത്തി പാരുക. എന്നിട്ട് അതിക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളകും പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പാകത്തിന് ഉപ്പ്, 3 പച്ചമുളക് കുഞ്ഞാപ്പിയാക്കി അരിഞ്ഞതും, 3-4 ഇല്ലി മല്ലിയില ചെറുതാക്കി അരിഞ്ഞതും, 30 to 40 ഗ്രാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും, 1 ചെറുനാരങ്ങ നീരും മുറ്റിച്ച് മിക്സഡ് ചിക്കൻ ആക്കുക. അതായത് യാതൊരു വിട്ടുവീഴ്ചയും കൂടാതെ ചിക്കനും മസാലയും കൂട്ടി കുഴച്ച് കോയമ്പല അങ്ങോട്ട് ആക്കുക. തൈരിന്റെ ലേശം കുറവുകൊണ്ട് ഒരു 1/2 ഗ്ലാസ് തൈരും കൂടി കൂട്ടി അങ്ങോട്ട് പാർന്ന് അബ്ബു ഇനി കണ്ടോട്ടോ. എല്ലാ ചിക്കനും അങ്ങോട്ട് കൂട്ടി അങ്ങോട്ട് വെച്ചിട്ട് കനലിട്ടാണ്ട് പുകപ്പിച്ച് അങ്ങോട്ട് മൂടിയാണ്ട് വെക്കുന്നുണ്ട്. ഒരു 30 മിനിറ്റ് മസാല അങ്ങോട്ട് പിടിച്ച് ആ പുകയൊക്കെ ഒന്നായിട്ടാണ് പുകച്ച് അതിൻ്റെ ഉള്ളിൽ കയറട്ടാണ്ട്. പിന്നെ ഒരു പാൻ എടുത്താണ്ട് എണ്ണയിലോട്ട് പട്ട, ഗ്രാമ്പു, ഏലക്കായ്, ബേ ലീവ്സ് ഇട്ടാണ്ട് അറ്റങ്ങളൊന്ന് മൂപ്പനാക്കുക, മൂപ്പിച്ചെടുക്കുക. അത് കഴിഞ്ഞാണ്ട് നമ്മൾ ആദ്യം ഉള്ളി അണ്ടിപ്പരിപ്പ് അരച്ചെടുത്ത അരപ്പായി എണ്ണയ്ക്ക് ഇട്ടാണ്ടൊന്ന് വറപ്പിച്ചെടുക്കുക. 30 മിനിറ്റോളം മസാലേന്റെ ഊക്ക് പിടിച്ച ചിക്കന് പാത്രത്തിൽ നിന്ന് വിറപ്പിച്ച് ആ പാനിലോട്ട് കൈമാറുക. പിന്നീട് തള്ളി മറിക്കണ പോലെ നന്നായിട്ട് ഇളക്കി അങ്ങോട്ട് മറിച്ചിട്ട് ഒന്നായിട്ട് മിക്സ് ആക്കുക. പാത്രത്തിന്റെ അടിമുടി ചിക്കന്റെ വിളയാട്ടായോണ്ടൊന്നും മതിയാർക്ക് ഇളക്കാനും കഴിയണില്ല. ഒന്ന് ഇളക്കിയാൽ പുറത്തേക്ക് ചാടും എന്നുള്ള ഒരു ഇതിലേനി. അതുകൊണ്ട് തന്നെ ഒരു ട്രാക്ടർ കൊണ്ടൊന്നും ഉഴുതു മറിക്കുന്ന ഫീൽ അങ്ങോട്ട് കിട്ടിയില്ല. ഏതായാലും ഒന്ന് തളച്ച് ഒരു 10-20 മിനിറ്റ് മൂടി അങ്ങോട്ട് വേവിച്ച് അവസാനം കസൂരി മേത്തി, ഒരു പിടി കസൂരി മേത്തി എടുത്താണ്ട് ഒന്ന് കൈകൊണ്ട് ഞൊരടി അങ്ങോട്ടാണ്ട് പൊടിച്ചങ്ങോട്ട് ഇട്ടുക. അന്തിമത്തിൽ അതൊക്കെ പാടെ മിക്സ് ആക്കി ഫ്ലെയിം ഓഫ് ആക്കുക. പരിപാടി ഇനിയെന്നാ ഞാൻ പറഞ്ഞോ. ദാ ഈ പ്ലേറ്റിൽ കിടുന്ന സാധനം നിങ്ങൾക്ക് ആർക്കും അറിയാത്തൊരു സംഗതി, നിങ്ങൾ ഇതായിട്ടും കണ്ടുണ്ടാവില്ല. പൊറോട്ട എന്നതിന്റെ പേര്. അതും കൂട്ടി കഴിക്കാനാണ് പ്ലാന്. ചെക്കന്മാരൊക്കെ ചുറ്റിയിരുന്നാണ്ട് കഴിക്കാൻ അങ്ങോട്ട് തുടങ്ങി. വീഡിയോ എടുക്കാനൊന്നും ഓല് സമ്മതിച്ചിട്ടില്ല. അജൊന്ന് പെയ്ക്കാൻ ഇവിടുന്ന് മനസ്സിന് പള്ളയെ പയിച്ചിട്ട് നിൽക്കാൻ കഴിയണില്ല എന്നാ ഓല് പറഞ്ഞത്. അവര് പറഞ്ഞിട്ട് കാര്യമില്ല. ഉച്ചക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയതാണ്, വൈകുന്നേരമാണ് ഒക്കെ റെഡി ആയത്. അങ്ങനെ നമ്മൾ അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് അതിങ്ങനെ കൂട്ടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിക്കൻ രശ്മി മസാലയും പൊറോട്ടയും. പൊറോട്ട നല്ല ചൂടുള്ള നല്ല സെറ്റ് പൊറോട്ട കിട്ടുക. എൻ്റെ മോനെ മുതലനെ കേട്ടോ. ഇനി നമുക്ക് രശ്മിയിലോട്ട് വരാം. പൊറോട്ടയിൽ നിന്ന് ഒരു പീസ് എടുത്താണ്ട് ആ രശ്മിത്തെ ഗ്രേവിയും കൂട്ടി അങ്ങോട്ട് തൊള്ളക്ക് അങ്ങോട്ട് വെക്കണം. ഗ്രേവി ഒക്കെ ഭയങ്കര സ്മൂത്താണ്. ചിക്കനൊക്കെ കണ്ടില്ലേ, ഇനി വേവാൻ എങ്ങോട്ടും ഇല്ല. ഞാൻ ഇതുവരെ ചിക്കൻ്റെ ഗ്രേവികൾ കഴിച്ചതിൽ വെച്ചിട്ട് ഭയങ്കര വ്യത്യാസമുള്ള ഒരു സംഗതിയാണ് ഞാൻ ഇപ്പം തിന്നുകൊണ്ടിരിക്കുന്നത്, ഈ ചിക്കൻ രശ്മി മസാല. ഇത് പൊതുവെ റൊട്ടിൻ്റെ എപ്പോഴും ഗാർലിക് നാൻ, ബട്ടർ നാൻ അങ്ങനെ എല്ലാ നാൻ്റെ ഒപ്പം കൂട്ടി കഴിക്കലാണ്. പക്ഷെ നമുക്ക് നമ്മൾ അടിച്ച പൊറോട്ട അങ്ങോട്ട് കിട്ടുമ്പോഴേ അത് പിന്നെ മറ്റൊക്കെ മറന്നാളും അല്ലേ. അവസാനം 2 ഗ്ലാസ് പെപ്സി അങ്ങോട്ട് കുടിച്ച് തരിപ്പ് അങ്ങോട്ട് കയറ്റാം. രശ്മി ചിക്കൻ മസാല സെറ്റാണ്. പെർഫെക്റ്റ്. ഓക്കെ. എൻജോയ് വിത്ത് എവിഡൻസ്. സാറ്റർഡേ ആൻഡ് ടോൾഡേ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, പിടിക്കുക.